എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് results.cbse.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് 2025 റിസൾട്ട്സ് സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ക്ലാസ് 12th റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതൊരു ലിങ്കാണ്, ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തത് കാണാൻ പറ്റുന്നതാണ്, എക്സാമിനേഷൻസ് റിസൾട്ട്സ് 2025 ബ്രോട്ട് യു ബൈ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ലിങ്കുകൾ കാണാം. അപ്പോൾ 3 ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ സെയിം പേജിൽ തന്നെയാണ് പോവുക. അപ്പോൾ 3 ലിങ്ക്, ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഇല്ലാതെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം പേജിലേക്ക് തന്നെ പോകാവുന്നതും അതുപോലെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 3ാമത്തെ ആ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിസൾട്ട് അറിയാനുള്ള ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള 2 ലിങ്കുകളിൽ ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സെയിം പേജിൽ തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതാണ് നിങ്ങളുടെ, അതായത് സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ക്ലാസ് 12 റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റർ യുവർ റോൾ നമ്പർ, അതുപോലെ തന്നെ സ്കൂൾ നമ്പർ, അതുപോലെ അഡ്മിറ്റ് കാർഡ് ID എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് 3 ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. ആദ്യത്തെ ബോക്സിൽ നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക, രണ്ടാമത്തെ ബോക്സിൽ നിങ്ങളുടെ സ്കൂൾ നമ്പർ കൊടുക്കുക. സ്കൂൾ നമ്പർ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ ഒരു കോഡാണ്, അപ്പോൾ ആ ഒരു സ്കൂൾ കോഡാണ് കൊടുക്കേണ്ടത്. അതുപോലെ അഡ്മിറ്റ് കാർഡ് ID നൽകുക. അപ്പോൾ ഈ ഒരു ഇത്രയും പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അതായത് റോൾ നമ്പർ ഉണ്ടാവും, സ്കൂൾ നമ്പർ ഉണ്ടാവും, അഡ്മിറ്റ് കാർഡ് ID ഉണ്ടാവും. ഈ ഒരു 3 ഡീറ്റെയിൽസും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു CBSE നൽകാറില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് സാധാരണഗതിയിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അയച്ച് നൽകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് മാത്രമേ ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് ലഭ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിസൾട്ട് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും, അതായത് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഈ ഒരു ഇൻഡിവിജ്വൽ റിസൾട്ട് മാത്രമേ, അതായത് നിങ്ങളുടെ സ്വന്തം റിസൾട്ട് മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഈ ഒരു, അതായത് റോൾ നമ്പർ അതുപോലെ സ്കൂൾ നമ്പർ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ അഡ്മിറ്റ് കാർഡ് ID, അതായത് ഈ ഒരു കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ റിസൾട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അല്ലാതെ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.